ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത് തൊലിയെല്ലാം കറുത്തിട്ടുള്ള പഴമുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം വേണ്ടത് നേന്ത്രപ്പഴമാണ്. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമുണ്ടെങ്കിൽ അത് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പഴം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. പഴം ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. കളറെല്ലാം ഇതുപോലെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ചും കൂടെ എടുക്കാം. ഈ സ്പാച്ചില കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. പഴം ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിന് താഴെ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് പച്ചരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ വേണം ചേർത്ത് കൊടുക്കാൻ. 1/4 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് ആദ്യം നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പലഹാരം നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെയും തേങ്ങയുടെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ആ പഴത്തിൻ്റെയും മുട്ടയുടെയും നനവ് കൊണ്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ എണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് കൊടുക്കുന്ന പാകത്തിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായി ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വീതം ഇതുപോലെ ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. കുറച്ച് വീതം ഇതുപോലെ എടുത്തൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണ്ട. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചും തിരിച്ചും ഇട്ട് 2 വശവും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. തൊലിയൊക്കെ കറുത്തിട്ടുള്ള പഴമുണ്ടെങ്കിൽ ഇതുപോലെ കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഫസ്റ്റ് സ്റ്റെപ്പ് കൂടി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാനും പറ്റും. എല്ലാവരും വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.